അതെ, ഇതൊരു തുള്ളി നിങ്ങളുടെ വീട്ടിലുണ്ടോ? അടിക്ക് പിടിച്ച പാത്രങ്ങളും മുതൽ തുരുമ്പ് പിടിച്ച ജനലുകളും ഒക്കെ തന്നെ നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഒരു മൾട്ടി പർപ്പസ് സ്പ്രേയുടെ ഉപയോഗങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വേറൊന്നുമല്ല, WD-40. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. മഴക്കാലമായാലേ നമ്മുടെ കാറിൻ്റെ ഡോറ് തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടല്ലേ. അപ്പം ഈ ഒരു ഭാഗത്ത് WD-40 ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത്നെസ് കിട്ടും. പെട്ടെന്ന് നമുക്ക് ഡോറ് തുറക്കാനും അടയ്ക്കാനും കഴിയും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ കാറിൻ്റെ ബാറ്ററിക്ക് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവാറുണ്ടല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് WD-40 കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും. ക്ലാവൊക്കെ പോയിട്ട് നമുക്ക് പെട്ടെന്ന് കാറ് സ്റ്റാർട്ടാക്കാനായിട്ട് കഴിയും. ഞാൻ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല ഉണങ്ങിയ ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മഴ സമയത്ത് ഗേറ്റ് തുരുമ്പ് വന്നിട്ട് തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ട് അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ കുറച്ച് WD-40 അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും കഴിയും. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ അടിവശത്തുള്ള കറ മാറ്റാനും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് മാത്രം മതി. ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം 5-10 മിനിറ്റ് കഴിഞ്ഞ് നല്ലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഞാൻ നല്ല ഉണങ്ങിയൊരു കോട്ടൻ്റെ തുണി കൂടി ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ലൈവായിട്ട് തന്നെ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് തുടച്ചപ്പം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നുള്ളത്. മഴയൊക്കെ പെയ്തിട്ട് എൻ്റെ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ നല്ലപോലെ പൂപ്പൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ തുരുമ്പും ഉണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ കുറച്ച് WD-40 അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. പൂപ്പലും തുരുമ്പും ഒക്കെ പോയിട്ട് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുവരെയും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും വേഗം ഒരെണ്ണം വാങ്ങണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടില്ലേ, ആദ്യം കാണിച്ചപ്പോഴുള്ളതും ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. മഴക്കാലമായാലേ നമുക്ക് ഡോറിൻ്റെ കുറ്റിയൊക്കെ ഇടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കാം. കുറച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിയുവാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുറ്റി ഇടാനും ഊരാനും കഴിയും. ഇതെൻ്റെ കിച്ചണിലെ സിങ്കിൻ്റെ ഭാഗത്തുള്ള വിൻഡോയാണ് കേട്ടോ. എപ്പോഴും വെള്ളമൊക്കെ വീണിട്ട് നല്ലപോലെ തുരുമ്പ് പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് WD-40 അടിച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ ആ തുരുമ്പൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ചെന്നൈയിലേക്ക് വെള്ളം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ എത്ര ക്ലീൻ ചെയ്തെടുത്താലും പെട്ടെന്ന് തന്നെ റെസ്റ്റ് വീണ്ടും വരും. അത്രയ്ക്ക് അയൺ കണ്ടൻറ്റുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഉരച്ച് കഴുകിയെടുക്കുകയാണ്. കഴുകിയെടുത്തതിന് ശേഷമുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പം കാണുന്നത്. തുരുമ്പൊക്കെ നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് പെയിൻറ്റ് കൂടി ഒന്ന് ചെയ്തെടുക്കണം. ചില സമയങ്ങളിലെ കിച്ചൺ കബോർഡ് സ്റ്റക്കായിട്ട് നമുക്ക് തുറക്കാനും അടയ്ക്കാനും ബുദ്ധിമുട്ട് വരാറുണ്ടല്ലേ. മോഡുലാർ കിച്ചണൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വേണം ആളെ വിളിച്ച് ഇത് ശരിയാക്കാനായിട്ട്. ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് WD-40 ആ ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യാം. ഇതെൻ്റെ കിച്ചൺ സിങ്കിൻ്റെ സൈഡിൽ ടൈലിൻ്റെ പുറത്ത് എന്തോ വെച്ചിട്ട് വീണ തുരുമ്പിൻ്റെ പാടാണ് കേട്ടോ. ഇതുപോലെ ടൈലിലും മാർബിളിലും ഒക്കെ ഉള്ള തുരുമ്പിൻ്റെ കറ മാറ്റിയെടുക്കാനും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം 5-10 മിനിറ്റ് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മൾ തുരുമ്പ് ക്ലീൻ ആക്കിയെടുത്തതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പം കാണുന്നത് ബാത്റൂമിലെ ഡ്രെയിനേജ് ഹോളിലെ തുരുമ്പാണ് കേട്ടോ. അത് പോകാനും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നല്ലതുപോലെ ഒരു സ്ക്രബ്ബറോ ബ്രഷോ ഉപയോഗിച്ചിട്ട് ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് തന്നെ തുരുമ്പ് പോയി കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബാത്റൂം എത്ര തന്നെ ക്ലീൻ ചെയ്തിട്ടാലും പൈപ്പിലൊക്കെ എപ്പോഴും ഒരു വാട്ടറിൻ്റെ സ്കെയിൽ വരാറുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ചെന്നൈയിലെ വാട്ടർ അത്രയും ഹാർഡ് ആയതുകൊണ്ട് ഡെയിലി നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ബാത്റൂമിനുള്ളിലുള്ള ഫിറ്റിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ഉരച്ച് കഴുകുകയാണെങ്കിൽ നല്ല പുതിയതുപോലെ തിളക്കത്തോടെ കിട്ടും. അപ്പോൾ ഒരൊറ്റ പ്രോഡക്റ്റ് കൊണ്ട് എത്രയെത്ര ഉപയോഗങ്ങളാണെന്ന് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിൽ വെച്ചിരിക്കണം. ഒരുപാട് യൂസ് ഉണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ.
വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.